Hi all, നമ്മൾ മാട്രിക്സിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം ഇതുവരെ എന്തൊക്കെ നടന്നെന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് മാട്രിക്സ് എന്താ, മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ. പാർട്ട് 2 നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വന്നു. പാർട്ട് 3 ട്രാൻസ്പോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാർട്ട് 3 ലാസ്റ്റിലായിട്ട് നമ്മൾ ട്രാൻസ്പോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാർട്ട് 4 ഫുള്ളായിട്ട് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ കുറേ പ്രോബ്ലംസും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് വരാൻ പോവാണ് മക്കളെ. നമ്മൾ പാർട്ട് 5 വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ. പാർട്ട് 5 വീഡിയോൻ്റെ ഫസ്റ്റ് സാധനം ദ എലമെൻ്ററി ഓപ്പറേഷൻ. എലമെൻ്ററി ഓപ്പറേഷൻസ് എന്താണ്, അത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സൊക്കെ കാണാനുണ്ട്. സോ അതിലേക്കൊക്കെ നമ്മൾ വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ അല്ലേ. മാട്രിക്സിൽ നടത്തുന്ന എലമെൻ്ററി ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത് അല്ലേ. ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാലാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫർദർ അതിൻ്റെ യൂസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പിന്നെ ഈ എലമെൻ്ററി ഓപ്പറേഷൻസ് പഠിക്കുന്നതിന് ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളൊരു മാട്രിക്സിൻ്റെ ഒരു ബേസിക് ഉദ്ദേശം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണാനൊക്കെയാണ്. ജസ്റ്റ് അതിലേക്കൊക്കെ ഞാൻ വരും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ്. മക്കളിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേ. ഇപ്പോൾ x+y = 2, x - y = 1 ആക്കണ്ട, ഒരു ദാറ്റ് വിൽ ബി സം ഒരു ഇത് ഒരു 4 ആയിക്കോട്ടെ, ഇതൊരു 2 ആയിക്കോട്ടെ അല്ലേ, വെറുതെ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ എലിമിനേഷൻ ചെയ്യില്ല, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സിൻ്റെ വൈയുടെ വാല്യൂ ഒക്കെ പറഞ്ഞുതരും മക്കളെ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ടെങ്കിലോ ഭയങ്കര കുറേ, അതായത് ഒരു 100 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 100 വേരിയബിളിലെ, പിന്നെ x1 x2 x3 അല്ലേ, അങ്ങനെ x1 x2 x3 അങ്ങനെ x100 വരെയോ x1000 വരെയോ ഉള്ളത്. കാരണം ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ എപ്പോഴും ആലോചിക്കണമല്ലോ. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൈക്ക് നമ്മൾ ഈ മാട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതല്ല സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് CFD, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അതിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കിടന്ന് പെടാപ്പാടാണ് നമ്മൾ പെടുക. സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടെടുത്താൽ സോൾവ് ചെയ്യും, പക്ഷേ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന അതേ ലോജിക്കിൽ നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ കഷ്ടപ്പാടുകളുടെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ എലമെൻ്ററി ഓപ്പറേഷനാണ്. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറുന്നത്. എപ്പോഴും ഞാൻ നിങ്ങളോട് എന്നും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ ഒന്ന് പഠിക്കുക എന്നുള്ളത്. സോ എലമെൻ്ററി ഓപ്പറേഷൻ ഫൈനലി നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കാവും യൂസ്ഫുൾ ആവുക. ഇപ്പം നിങ്ങൾക്ക് വളരെ ലഘുവായിട്ടും വളരെ സിമ്പിളായിട്ടുമാണ് മക്കളെ എലമെൻ്ററി ഓപ്പറേഷൻ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ എലമെൻ്ററി ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ്, 6 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഒരു മാട്രിക്സിൽ പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. First, consider a matrix. Let it be A equal to 1, 2, 3, 4. 1, 2, 3, 4. We have 6 types of elementary operations. നമുക്ക് 6 types of elementary operations ഉണ്ട്. 3 are based on row and 3 are based on column. 3 റോ ബേസ്ഡ് ആണ്, 3 കോളം ബേസ്ഡ് ആണ്. സോ റോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി വി ഹാവ് 6 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ്. നോട്ട് ചെയ്തേക്കണം, വി ഹാവ് 6 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെ ഫസ്റ്റ് വൺ മക്കളെ, റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. RIRJ എന്താ ഇതിൻ്റെ അർത്ഥം? RIനെയും RJനെയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് റോ 1നെയും റോ 2നെയും, ഒരു 2x2 മാട്രിക്സ് ആണെങ്കിൽ കേട്ടോ, റോ 1നെയും റോ 2നെയും എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ റോ 1നെയും റോ 3നെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ചിങ് ഓഫ് 2 റോസ് ഈസ് എ ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ. നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷനിലെ ഒരു കാറ്റഗറിയാണ് എന്ത്, ഇൻ്റർചേഞ്ചിങ് ഓഫ് 2 റോസ് അല്ലേ. അപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻസിൻ്റെ 6 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് റോസിന് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇപ്പം നോക്ക്, ഈ ഒരു മാട്രിക്സിൽ നമ്മൾ പറയാം R1 ചേഞ്ചസ് ടു R2 അങ്ങനെ സംഭവം പറഞ്ഞു. അവർ പുതിയ മാട്രിക്സ് കിട്ടും. അതായത് എന്താ, ഇത് 3ഉം 4ഉം, ഇത് അങ്ങോട്ട്, ഇതാണല്ലോ ഫസ്റ്റ് റോ, ഇതാണല്ലോ സെക്കൻഡ് റോ. സോ മക്കളെ റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം, 3ഉം 4ഉം 1, 2. ക്ലിയർ? അത് പുതിയൊരു മാട്രിക്സ് ആണ് നിങ്ങൾക്ക് തരിക, അതിൻ്റെ പേര് A എന്നൊന്നും വിളിക്കാൻ പറ്റൂല അല്ലേ. സോ എന്തായാലും ഇതൊരു ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ ആണ്. അതായത് റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒരു റോനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. RI ചേഞ്ചസ് ടു KRI.
ആർ ഐയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പോകണം, ഒരു കെ ആർ ഐ ചെയ്യാൻ പോകണം. അതായത് ആർ ഐ ഇൻറ്റു സംതിങ് ചെയ്യാനുള്ള. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. വീണ്ടും നമ്മൾ എ ഞാൻ വായിച്ചു പോയി അല്ല അറിയണ്ടേ. സോ എ എന്താ 1 2 3 4 റെഡി. 1 2 3 4 റെഡിയാണല്ലോ മക്കളെ. 1 2 3 4. അപ്പോൾ ഞാൻ പറയുകയാണ് ഇങ്ങനൊരു ഓപ്പറേഷൻ പറയാം നിങ്ങളോട്. എന്താ R2 ചേഞ്ചസ് ടു 2R2. R2 ചേഞ്ചസ് ടു 2R2. എന്താ ചെയ്യേണ്ടത്, R2 എന്നുള്ളതിന് എന്ത് ചെയ്യണം, R2 എന്നുള്ള റോനെ നമ്മൾ 2 ടൈംസ് R2 ചെയ്യണം. അതായത് ആ റോന് ഫുൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു മാട്രിക്സ് കിട്ടും. ദാറ്റ് മീൻസ് 1 2 ഫസ്റ്റ് റോയിൽ മാറ്റമൊന്നുമില്ല, സെക്കൻഡ് റോ എന്തായിട്ടുണ്ടാവും 6ഉം 8ഉം ആയിട്ടുണ്ടാവും. കാരണം ഇൻറ്റു 2 ഇൻറ്റു 2. സപ്പോസ് ഞാൻ പറയാം R2 ചേഞ്ചസ് ടു ഹാഫ് R2. അപ്പോൾ എന്താ മക്കളെ, ഇതിനെ ഇൻറ്റു ഹാഫ് ചെയ്യണം. ഇൻറ്റു ഹാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 എന്താവും, 3/2 ആവും. 4 എന്താവും, 4/2. ദാറ്റ് മീൻസ് 2 ആവും. ക്ലിയർ ആവുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ. അല്ലെങ്കിൽ R1 ചേഞ്ചസ് ടു ഹാഫ് R1. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ബൈ 2 ചെയ്യും, അല്ലെങ്കിൽ 1/3 എന്തെങ്കിലും ആവട്ടെ, ഏതോ ഒരു നമ്പറും ഉണ്ട് അല്ലേ. ബൈ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി 1/2 എന്ന് പറയുന്നത് ഇൻറ്റു 1/2 അല്ലേ. അപ്പോൾ അതിനർത്ഥം ഒരു റോനെ നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ. റെഡി ആണല്ലോ. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ കിട്ടി. ഇനി തേർഡ്, അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താ, R1 ചേഞ്ചസ് ടു എന്താ 2R1. ഇതൊരു ടൈപ്പ് ഓഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ക്യാൻ നോട്ട് ദാറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്തോ, R1 ചേഞ്ചസ് ടു 2R1. ഇനി തേർഡ് ടൈപ്പ് ഞാൻ പറയാൻ പോവാണ്, RI ചേഞ്ചസ് ടു എ റോ ചേഞ്ചസ് ടു സച്ച് ദാറ്റ് എന്താ RI പ്ലസ് KRJ. RI പ്ലസ് KRJ. എന്താ മക്കളെ സംഭവിക്കുന്നതാ, ഒരു റോനെ മാറ്റിയാണ് നമ്മൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റോ പ്ലസ് സംതിങ് ഇൻറ്റു അനദർ റോ. റെഡി, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു അനദർ റോ. അത് സം ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ കാണിച്ചില്ല. അപ്പോൾ എക്സാമ്പിൾ ഞാൻ അവിടെ വരാം. ഇപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ പറയുകയാണേ, റെഡി, R2 ചേഞ്ചസ് ടു R2 മൈനസ് 3R1. R2 ചേഞ്ചസ് ടു R2 മൈനസ് 3R1. R2 ചേഞ്ചസ് ടു R2 മൈനസ് 3R1. അപ്പോൾ മക്കളെ ഞാൻ 3, അപ്പോൾ സാർ പ്ലസ് അല്ല അവിടെ, അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഇല്ലടാ മക്കളെ, കേട വാല്യൂ -3 എടുത്താൽ മതി. കേട വാല്യൂ -3 എടുത്താൽ പ്ലസ് മൈനസ് മൈനസ് ആയിക്കോളും. റെഡി ആണല്ലോ. അപ്പോൾ R2 മാറണം എങ്ങനെ, R2 മൈനസ് 3R1. അപ്പോൾ നമുക്ക് R2 മാറണം കേട്ടോ. അപ്പോൾ പുതിയൊരു മാട്രിക്സ് ആണ്. ഫസ്റ്റ് റോയിൽ മാറ്റില്ല, ഫസ്റ്റ് റോ അതേപോലെ. സെക്കൻഡ് റോ മാറണം. എങ്ങനെയാണ്, സെക്കൻഡ് റോ മൈനസ് 3R1. അപ്പോൾ അതാ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ 3, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉള്ളത് 1 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 3 മൈനസ്, ഇതേപോലെ പറഞ്ഞാൽ R2 ഇവിടുത്തെ എലമെൻറ്റ് 3 ആണ്. 3 മൈനസ് 3 ഇൻറ്റു 1. 3 മൈനസ് 3 ഇൻറ്റു അവിടുത്തെ R1 ആൾ 3 മൈനസ്, അപ്പോൾ R2 ആൾ 3. അപ്പോൾ 3 മൈനസ് 3 ഇൻറ്റു 1. ദാറ്റ് മീൻസ് 3 മൈനസ് 3 ഈക്വൽ ടു 0. സോ അതായി. ഇനി അതേപോലെ അടുത്ത ആൾ പറഞ്ഞൊരു എങ്ങനെയാണ് 4 ചേഞ്ചസ്, 4 എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്, 4 മൈനസ് 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 മക്കളല്ലേ, 4 മൈനസ് 3 ഇൻറ്റു 2. ദാറ്റ് മീൻസ് 4 മൈനസ് 6 ദാറ്റ് ഈക്വൽ ടു -2. റെഡി ആണല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ ഇത് വേറെ ടൈപ്പ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ ആണ്. അപ്പോൾ എന്താ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചെയ്ത സാധനം അല്ലെ, R2 ചേഞ്ചസ് ടു എന്താ ഇപ്പോൾ ചെയ്ത് അതേപോലെ R2 മൈനസ് 3R1. റെഡി, അതൊരു ടൈപ്പ് ഓഫ്, ഞാൻ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇത് നോട്ട് ചെയ്യുന്നത്. ദിസ് എക്സാമ്പിൾ, ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഇതും എക്സാമ്പിൾ. റെഡി, ഓക്കെ. അതായത് നിങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ 3 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ് ആണ്. അതായത് റോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എലമെൻ്ററി ഓപ്പറേഷൻസ്. റെഡി, ഞങ്ങളോട് പറഞ്ഞു ഈ ഒരു സാധനമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ജസ്റ്റ് എങ്ങനെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് മക്കളെ പറഞ്ഞില്ലടാ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയുക. എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ആ ടേം കേൾക്കും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും കേൾക്കും എക്കലോൺ ഫോം എന്നുള്ളത്. സോ അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. ഓക്കെ അല്ലേ, റെഡി ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ ഏത് കണ്ടുടാം, റോ വൈസുള്ള ഓപ്പറേഷൻസ് കണ്ടു അല്ലേ. ഇനി മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കോളം വൈസുള്ള ഓപ്പറേഷൻസിലേക്കാണ് പോകുന്നത്. ഇനി ഒന്നുമില്ല, അത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ റോയിൽ 3 ഓപ്പറേഷൻസ് പറഞ്ഞാൽ അതേ ഓപ്പറേഷൻസ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യണ്ടാവും, കോളത്തിൽ കോപ്പി ചെയ്യണ്ടാവും. അപ്പോൾ ഞാൻ അതിന് കൂടൂല കേട്ടോ, ജസ്റ്റ് പറയുള്ളൂ. കാരണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കോളത്തിന് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ പോകല്ലേ. നമ്മൾ റോനെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ലോജിക്ക് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ കോളത്തിന് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതിലേക്കാവും വരിക. എനിവേ ഞാൻ ഇനി അപ്പോൾ 1 ഇതായിരുന്നു RI RJ ഇൻ്റർചേഞ്ച്. സെക്കൻഡ് RI ചേഞ്ചസ് ടു KRJ, സോറി KRI. ഒരു റോനെ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലയർ. മൂന്നാമത്തേത് RI ചേഞ്ചസ് ടു RI പ്ലസ് KRJ. റെഡി, അപ്പോൾ അത്രയും കണ്ടു. ഇനി പ്രോപ്പർട്ടി നമ്പർ 4 അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻ നമ്പർ 4, പ്രോപ്പർട്ടി നമ്പർ അല്ല എലമെൻ്ററി നമ്പർ. അപ്പോൾ എന്താ, CI ചേഞ്ചസ് ടു CJ.
മക്കളൊന്നും പറയണ്ടല്ലോടാ, കാരണം എന്താ, രണ്ട് റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് പറയാണ്ട് കോളംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. റെഡി, കോളംസിനെ മാറ്റും. ഫിഫ്ത്ത് നിങ്ങൾ പറ എന്തായിരിക്കും? CI ചേഞ്ചസ് ടു KCI. 6th വൺ എന്താ ഉണ്ടാവുക? CI ചേഞ്ചസ് ടു CI പ്ലസ് KCJ. റെഡിയല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം എന്താ ഉദ്ദേശിച്ചത്. ഇപ്പോൾ A1 2 3 4 ആണെങ്കിൽ ഈ ഓപ്പറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശം? മക്കൾ C1 C2 ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞോ? എന്താ വളരെ സിമ്പിളാണ്. എന്താണ്? 2ഉം 4ഉം 1ഉം 3. റെഡി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. റെഡി, പുതിയൊരു മാട്രിക്സ് ആകുമ്പോൾ ഏന്ന് പേര് കൊടുക്കാനില്ല, കാരണം ഏന് ഈ സ്ട്രക്ചർ 1 2 3 4 ആണ് നമ്മൾ ഏന്ന് പേര് കൊടുത്ത്. ഇത് വേറെ മാട്രിക്സ് ആണ്. എനിവേ ഇതാണ് ഇതിൽ നടത്തിയ ആ എലമെൻ്ററി ഓപ്പറേഷൻ. റെഡി, അപ്പം എന്താണോ റോസിനെ പറഞ്ഞത് അതേ സാധനങ്ങൾ 3 നമ്മൾ എവിടെ പറഞ്ഞു? കോളംസിന് പറഞ്ഞു. അപ്പോൾ നമ്മളെ 6 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഇതാണ്. സോ പക്ക നിങ്ങൾക്ക് റെഡിയാണെന്ന് വിചാരിക്കണം മക്കളെ. എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് കാണാം, ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. അങ്ങനെ തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്യും. എന്താ? യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ആ ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ആൻസർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ലോജിക്കുകളാണ് ഇനി വെക്കാൻ പോണത്. അപ്പോൾ ചെറിയൊരു സബ്ബഡിങ് കൊടുക്കുക. ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്, ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ഒരു സാധനമാണ് ഇൻവേഴ്സ് കേട്ടോ. ഇൻവേഴ്സ് കാണാൻ വേറെ മെത്തേഡുണ്ട്. ഇത് ഭയങ്കര നമ്മളിപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ച് ചെയ്യാൻ പോണ ഇൻവേഴ്സ് വലിയ ലെങ്തി പ്രൊസീജിയറാണ് മക്കളെ. അപ്പോൾ അത് കുറേ സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്. പക്ഷേ നിങ്ങൾ NCERT തന്നെ ഫോളോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ലാസ്റ്റിൽ ഡിറ്റർമിനൻസും കഴിഞ്ഞിട്ടാവും ഈ ഒരു സംഭവത്തിലേക്ക് കയറുന്നുണ്ടാവും ഇൻവേഴ്സ്. ഇപ്പം ഞാൻ ഇപ്പോൾ നേരിട്ട് തന്നെ പറയണു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡി ആയിക്കോട്ടെ, കാരണം ഞാൻ NCERT ഫോളോ ചെയ്ത് പോരാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്? ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്, എങ്ങനെ കാണാം? നമ്മളവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. AB നോട്ട് ഈക്വൽ ടു BA നോട്ട് ഈക്വൽ ടു അല്ലേ. കാരണം എന്താ? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, ജനറലായിട്ട് ചില കേസിലൊക്കെ ഉണ്ട്, മോസ്റ്റ് ഓഫ് ദ കേസിലും അല്ല. പിന്നെ അടുത്തത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. AB ഇൻറ്റു C എന്തിന് ഈക്വലാ? A ഇൻറ്റു BCക്ക് ഈക്വലാ. അടുത്തത് മക്കളെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കുറിച്ച് പറഞ്ഞില്ലടാ. എനോട് ആരോ ഒരു മൾട്ടിപ്ലൈ ചെയ്താൽ എനെ കിട്ടും, അതാണ് ആര്? I ഇൻറ്റു AN ആവും എന്ന് പറഞ്ഞു. A ഇൻറ്റു I ഈക്വൽ ടു I ഇൻറ്റു A ആവും പറഞ്ഞു. റെഡി. പിന്നെ പറഞ്ഞ മക്കളെ എന്താടാ ഒരു സാധനം കൂടെ പറഞ്ഞല്ലോ, അതായത് ഇത് I ആണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതുകൊണ്ടാണ് ഈ മാട്രിക്സിൻ്റെ യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്നൊക്കെ വിളിക്കുന്നത് പറഞ്ഞു. ഇനി പുതിയൊരു സാധനം വരാണ്ട് ഇൻവേഴ്സ്. അപ്പോൾ എന്താ? എനോട് ആരോ ഒരാൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കിട്ടും. അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ദാറ്റ് മാട്രിക്സ് ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് A, ദാറ്റ് ഈസ് A ഇൻവേഴ്സ്. അപ്പോൾ എന്താ? A ഇൻറ്റു A ഇൻവേഴ്സ് ഈക്വൽ ടു I ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു A. സോ നമ്മൾ എങ്ങനെയാണ് ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യുക? അപ്പോൾ നോക്ക്, എൻ്റെ ഇൻവേഴ്സ് B ആണെങ്കിൽ A ഇൻറ്റു B ഈക്വൽ ടു I ആകും. ഒന്നും കൂടെ, നമ്മളിപ്പോൾ എക്കൊരു ഇൻവേഴ്സ് B എന്ന് പറഞ്ഞ മാട്രിക്സ് ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ I കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? I കിട്ടും. ദെൻ B ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് A, ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് A. ഡിനോട്ട് ചെയ്യണ A ഇൻവേഴ്സ് എന്നാണ് കേട്ടോ, ഇൻവേഴ്സ് ഓഫ് A. റെഡിയാണ് മക്കളെ? ഒന്നും കൂടെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? എയുടെ ഇൻവേഴ്സ് B എന്താ? അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവുക? എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ഐനെ കിട്ടും, തിരിച്ച് ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ B ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ A, അല്ലെങ്കിൽ ബീനെ ഡിനോട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? A ഇൻവേഴ്സ്. അപ്പോൾ A ഇൻവേഴ്സ് A ഇൻറ്റു A ഇൻവേഴ്സ് ഈക്വൽ ടു I ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു A. അപ്പോൾ ആ മാട്രിക്സ് ഏതാണോ അതിനാണ് ഇൻവേഴ്സ് ഓഫ് A എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ എന്താവണം? അത് എന്നും ആ മാട്രിക്സിനെ അതുകൊണ്ട് തന്നെ ഈ ആൾ അതെ A എന്ന് പറഞ്ഞ മാട്രിക്സിന് ഇൻവേഴ്സ് A ഇൻവേഴ്സ് ആണെങ്കിൽ എയും A ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടിക്കൊള്ളടാ? ഐനെ കിട്ടിക്കൊള്ളണം. തിരിച്ച് A ഇൻവേഴ്സ് ഇൻറ്റു A ചെയ്താൽ എന്ത് തന്നെ വരിക? I തന്നെ വരിക. ഇനി കുറച്ചും കൂടെ കണ്ടീഷൻസ്. സോ ഫസ്റ്റ് ഇത് കാര്യം നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി കൊടുത്തു, ഇതൊക്കെ ജസ്റ്റ് സൈഡ് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? A ഇൻവേഴ്സ് ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് A എന്ന് എഴുതിയേക്കണം. റെഡി. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഏറ്റവും നല്ല ഡിറ്റർമിനൻറ്റ് ഡിസ്കസ് ചെയ്തിട്ട് പറയുമ്പോഴാവും നന്നാവുക. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അതാവും നല്ലത്. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ഫസ്റ്റ് ഇത് കാര്യം റെഡി. സ്ക്വയർ മാട്രിക്സ് മാത്രം എഴുതിക്കോടാ. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഫോർ സ്ക്വയർ മാട്രിക്സ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഫോർ സ്ക്വയർ മാട്രിക്സ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഫോർ സ്ക്വയർ മാട്രിക്സ്. ഓൺലി ഫോർ സ്ക്വയർ മാട്രിക്സ്.
സ്ക്വയർ മാട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. റെഡി? ഓക്കെ. അടുത്ത് to exist inverse determinant ആ ഡിറ്റർമിനൻ്റ് എന്താണെന്നുള്ള കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഷുഡ് ബി, ഞാൻ ഡീറ്റെയിൽ ആക്കാം, ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. 0 ആവരുത്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് നോൺ സിംഗുലർ. ഈ സിംഗുലർ എന്ന് പറഞ്ഞ അർത്ഥം ഡിറ്റർമിനൻ്റ് 0 എന്നുള്ള ആ വേർഡൊക്കെ നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയുള്ള 4th ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മക്കളിപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. സ്ക്വയർ മാട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അടുത്ത കാര്യം എന്താ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ക്വയർ മാട്രിക്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എക്സിസ്റ്റ് ചെയ്യില്ല. മേ ബി എന്താ സ്ക്വയർ മാട്രിക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കിയാൽ അവരൊക്കെ സ്ക്വയർ ആണ്. ഫസ്റ്റത്തെ കാര്യം. അടി ഇനി എല്ലാ സ്ക്വയർ മാട്രിക്സിനും എന്ത് ചെയ്യില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്താണടാ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ആൾക്കാർ. എന്ത് ഈ ഡിറ്റർമിനൻ്റ് അതൊന്നും ചോദിക്കട്ടെ. ഈ ഒരു മാട്രിക്സ് 1 2 3 4 ഒരു സ്ക്വയർ മാട്രിക്സിന് ഡിറ്റർമിനൻ്റ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ എവിടെ പഠിച്ചോടാ? വെക്റ്റർ പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചില്ലായിരുന്നു? വെക്റ്റർ അതായത് I ക്രോസ് J കണ്ടില്ല, സോറി മക്കളെ, R ക്രോസ് F കണ്ടില്ലായിരുന്നു അല്ലേ? എവിടെടാ? ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F കണ്ടില്ലായിരുന്നു? ആ സമയത്ത് ഇങ്ങനെ 2 ഇതൊക്കെ വരച്ചിട്ട് ഫിസിക്സിൽ കുറേ വരച്ചിട്ടില്ലായിരുന്നു? അല്ലെങ്കിൽ A ക്രോസ് B കണ്ടിട്ടില്ലായിരുന്നു? A ക്രോസ് B കാണുമ്പോൾ ഇങ്ങനെ ഫിസിക്സിൽ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ വരച്ചിട്ടില്ല, 2 വര വരച്ചാണ് തുടങ്ങി. അതിന് നമ്മൾ ഡിറ്റർമിൻ എന്ന് പറയാം. ഡിറ്റർമിൻ ചെയ്യുന്ന ആളിനാണ് ഡിറ്റർമിനൻ്റ്. അല്ലെങ്കിൽ ഞാൻ ഡിറ്റർമിൻ എന്നുള്ള ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പറയും. ഓക്കെ, സോ എങ്ങനെ ഒരു മാട്രിക്സിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ക്വയർ മാട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിറ്റർമിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിറ്റർമിൻ എന്ന് പറഞ്ഞ നമ്പർ എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ ഇത് A ആണ് ഇത് മാട്രിക്സ് എങ്കിൽ അതിൻ്റെ ഡിറ്റർമിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക മോഡ് A, ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഒഴിവാക്കിയിട്ട് പകരം ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക 1 2 3 4 1 2 3 4. ഓക്കെയാണ് ഡിറ്റർമിനൻ്റ് 1 2 3 4. ഒരു 2/2 ഇത് 2/2 അല്ലേ? ഒരു 2/2 മാട്രിക്സിൻ്റെ ഡിറ്റർമിൻ കാണാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ അറിയോ? 1 × 4 - 2 × 3. 3/3 വരുമ്പോൾ സിറ്റുവേഷൻ മാറും, ഞാൻ പറയും. 1 × 4 - 2 × 3. ഓക്കെ അല്ലേ? സോ ആൻസർ എത്രയാണ്? 4 - 6 = -2. റെഡിയാണല്ലോ? ഓക്കെ അല്ലേ? റെഡിയാണ്. സോ മക്കളെ ഇപ്പോൾ കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ വരാൻ പോണ എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇൻവേഴ്സ് കാണാനാണ് നമ്മൾ പോണത്. പക്ഷേ ഇൻവേഴ്സ് കാണുന്നതിന് മുന്നേ ഈ ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അങ്ങനെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ മാട്രിക്സ് ആണെന്ന് അതിപ്പോൾ മനസ്സിലായി അതെന്താണെന്നുള്ളത്. ഇനി എന്താ എല്ലാ സ്ക്വയർ മാട്രിക്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എങ്ങനെയാണ്? ഡിറ്റർമിനൻ്റ് അഥവാ നോൺ സിംഗുലർ ആയിട്ടുള്ള എന്തിനും മാട്രിക്സിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെ മക്കളെ 2/2 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ ചെക്ക് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെയുണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ എന്താ 4 - 6 ആൻസർ -2. അതെന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ മാട്രിക്സിന് എന്ത് ചെയ്യും? ഈ മാട്രിക്സിന് ഇതാണ് മാട്രിക്സ്, അത് ഡിറ്റർമിനൻ്റ് ആണ്. ഈ മാട്രിക്സിന് എന്ത് ചെയ്യും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. മക്കളെ ഡിറ്റർമിനൻ്റും മാട്രിക്സും ഡിറ്റർമിനൻ്റ് ഡിനോട്ട് ചെയ്ത് നോക്കും നിങ്ങൾ. ഇതാണ് ഡിറ്റർമിനൻ്റ്. ജസ്റ്റ് 2 അല്ലേ? ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡുലസ് ഇടുന്ന പോലെ ഇടാണ്. ഓക്കെ, ഇതൊരു മാട്രിക്സ് ആണ്. ദിസ് ഇൻ അറേ. ഇതൊരു അറേ ആണ്. ഇതൊരു വാല്യൂ ആണ് അല്ലേ? ഇതൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില എത്രയോ ചോദിച്ചാൽ -2 ആണ്. അതായത് സ്ക്വയർ മാട്രിക്സിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഡിറ്റർമിനൻ്റ്. ഞാൻ ഡിറ്റർമിനൻ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഡിറ്റർമിനൻ്റ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി. ഒരു A എന്ന് പറഞ്ഞ മാട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? നോൺ സിംഗുലർ ആണ്. അഥവാ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണല്ലോ? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതവിടെ മനസ്സിലായി നിങ്ങൾക്ക്. അത് നിങ്ങൾ എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മൾ ചെയ്യാൻ പോണത് എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇൻവേഴ്സ് കാണാണ്. ഇൻവേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ഒരു മാട്രിക്സ് ആണ്. അതും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം, ഇൻവേഴ്സിൻ്റെ കാര്യം. അപ്പോൾ ആ മാട്രിക്സിനെ കണ്ടുപിടിക്കണം. ആ മാട്രിക്സിനെ കണ്ടുപിടിക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഏത്? എലമെൻ്ററി ഓപ്പറേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. റെഡി? അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ്? നോൺ സിംഗുലർ ആണ്. സിംഗുലർ ആയാൽ എക്സിസ്റ്റ് ചെയ്യില്ല, നോൺ സിംഗുലർ ആണ്. ഇനി മക്കളെ ഇൻവേഴ്സിൻ്റെ കുറച്ച് ലോജിക്ക് പറയട്ടെ, ഒരു പ്രോപ്പർട്ടി കൂടെ പറയട്ടെ. അപ്പോൾ ഇതാണല്ലോ B ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടി. എയുടെ മാട്രിക്സ് ഇൻവേഴ്സ് B ആണെങ്കിൽ A × B ചെയ്താൽ I ആവും കിട്ടാന്നൊക്കെ. ഒരു റിവേഴ്സൽ ലോ പഠിച്ച് തീർക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെ? ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം മക്കളെ. റിവേഴ്സൽ ലോ പഠിച്ച് തീർക്കുന്നുണ്ടോ? എവിടെ? യെസ്, ട്രാൻസ്പോസിൽ അല്ലേ? എന്ത് ചെയ്യുന്നോടാ?
എ ബി ട്രാൻസ്പോസ് അല്ലേ, എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്താ, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതേപോലെ നമ്മൾ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. അതിന് പ്രൂഫിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യണം. റെഡി? ട്രാൻസ്പോസിൽ നമുക്ക് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അതേപോലെ അവിടെ റിവേഴ്സല്ലോ, ഏതിൻ്റെ ഇൻവേഴ്സിൻ്റെ റിവേഴ്സല്ലോ, എ ബി ഇൻവേഴ്സ് ഈക്വൾ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് റിവേഴ്സല്ലോ. റിവേഴ്സല്ലോ ഫോർ ഇൻവേഴ്സ്, നേരത്തെ റിവേഴ്സൽ ഫോർ ട്രാൻസ്പോസ്. റെഡിയാണ്? അപ്പോൾ നോക്കണം, ഇങ്ങനെ എഴുതി കൂടെ മക്കളെ, എ ബി ഇൻവേഴ്സ് അല്ലേ, എ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ബി ചെയ്താൽ അല്ലേ, എ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ബി ചെയ്താൽ, ഞാൻ ഇങ്ങനെ തിരിച്ച് ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇൻറ്റു എ ബി ചെയ്താൽ ഐ അല്ലേ കിട്ടുക. എല്ലാവർക്കും മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ? റെഡിയാണ്? അതിനെന്താ, എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്താൽ ഐ ആ എക്ക് പകരം ആരാലോചിച്ചാൽ മതി, എ ബിനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയടാ, ഐ കിട്ടി. എല്ലാവരും ഓക്കെ? എന്നാൽ ഞാൻ മുന്നിൽ രണ്ട് മാട്രിക്സിന് മുന്നിലൊരു എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ മുന്നിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരാം. വെറുതെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, പ്രൊവൈഡഡ് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്യാൻ പോകണം, എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. അപ്പോൾ എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി, എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. കുഴപ്പമില്ലല്ലോ? ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലിടാം. ഫ്രണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഫ്രണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ് കേട്ടോ, കാരണം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതാണ് അതിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്തു മക്കളെ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അപ്പോൾ എ ബി ഇൻറ്റു എ ബിനെ ഇങ്ങനെ പറയാം, ഇങ്ങനെ ക്ലബ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. നമ്മൾ പറയാറുണ്ട് എ ബി ഇൻറ്റു സി ആയാലും എ ഇൻറ്റു ബി സി ആയാലും സാധനം സെയിം ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ആയാലും എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി ആയാലും സംഭവം സെയിം ആണ്. ഓക്കെയാണ്? ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ സംതിങ് ഇൻറ്റു ഐ ചെയ്ത ആ സംതിങ് അല്ലേടാ, വണ്ണിൻ്റെ പേർപ്പസ് ആണ് ഇത് ചെയ്യുന്നത്. സംതിങ് ഇൻറ്റു വൺ ചെയ്ത ആ സംതിങ് അല്ലേ കിട്ടുക. സോ എ ഇൻവേഴ്സ് മക്കൾ ഇത് എത്രയാണ്, എ ഇൻവേഴ്സിൻ്റെ ഐ അല്ലേ. സോ ഐ അടുത്ത ഇവിടെ കേൾക്കാം. അപ്പോൾ ഐ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്, എ ഇൻവേഴ്സ്. റെഡിയാണ് മക്കളെ? ഐ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ആണ്. അപ്പോൾ പിന്നെന്താ, എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി വീണ്ടും എന്ത് ചെയ്യാൻ പോവാം, ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മക്കളെ ബി ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതാരാണ്, അഗെയിൻ ഐ ആയി അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ദാറ്റ് മീൻസ് ഐ ഇൻറ്റു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താണോ അതല്ലേടാ. സോ ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ റിവേഴ്സൽ ലോ ഫോർ ഏത്, ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. മറക്കല്ലേ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ ഏതായാലും ഡിറ്റർമിനൻസിൽ ഞാൻ ലാസ്റ്റ് എൻട്രൻസേഷൻസ് പറയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ എഴുതി വെച്ചു എന്താണ്, എ ബി ഇൻവേഴ്സ്. റിവേഴ്സല്ലോ ഏതിനുണ്ടടാ, ഇൻവേഴ്സിനുണ്ട്. ട്രാൻസ്പോസിനുള്ള പോലെ തന്നെ റിവേഴ്സല്ലോ ഏതിനുണ്ട്, ഇൻവേഴ്സിനുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇൻവേഴ്സ് കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ സബ് ഹെഡിങ് കൊടുത്തോടാം മക്കളെ. എന്താണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്, ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ, യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. റെഡി? ഓക്കെ, ഞാൻ എൻ സി ആർ ടി എടുക്കാം. എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതാവും നന്നാവുക. സോ മക്കൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വരാം. നമ്മൾ എൻ സി ആർ ടി ഓപ്പൺ ചെയ്യണം. അപ്പോൾ മറക്കരുത്, ഇത് എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം മക്കളെ. എലമെൻ്ററി ഓപ്പറേഷൻസ് എന്താണ്, എലമെൻ്ററി ഓപ്പറേഷൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യണേ, എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? റെഡിയാണ്? കാര്യം ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ നേരെ എക്സസൈസ് ആണ് ചെയ്യാം. നേരെ സുഖമായില്ലേ? റെഡിയാണേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയാം ചെയ്യുന്നത്, 3.4 എക്സസൈസ് 3.4 എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ എ പറഞ്ഞ ഞാൻ പേര് കൊടുത്തേക്കാം. എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് 1 -1 2 3. ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? റെഡിയാണ്?
മക്കളെ അത് ഞാൻ പറയട്ടെ. ഇതിന് ഇൻവേഴ്സ് കാണാൻ വേറെ മെത്തേഡ് ഉണ്ട്. ഇതിനേക്കാൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സാർ എന്തിനാണ് ഇങ്ങനെ പഠിപ്പിച്ചതെന്ന്. ബിക്കോസ് നമ്മൾ എങ്ങനെ തന്നെ വേണം, എലമെൻ്ററി ഓപ്പറേഷൻസ് അറിയണം. അത് അറിഞ്ഞിട്ട് ചെയ്യാൻ അത് ഞങ്ങൾ പറഞ്ഞില്ല. അതിൻ്റെ അപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ അപ്ലിക്കേഷൻസ് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി. ഇൻവേഴ്സ് കാണാൻ വേറെ മെത്തേഡ് ഉണ്ട്. ഡിറ്റർമിനൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കൺഫേം ചെയ്യാം. ഉത്തരം കിട്ടിയ രണ്ടും സെയിം ആണോ, എങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്തൊക്കെ ശരിയാണെന്ന് അങ്ങനെ നോക്കാം. അതൊക്കെ ഒരു മാർക്ക് ബേസ്ഡ് ആയിട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതെങ്ങനെയാണെന്നുള്ളത് 2/2. ഇതിൽ 2/2 3/3 ഒക്കെ ചെയ്യാനുണ്ട്. 3/3 കുറച്ച് ലെങ്തി പ്രൊസീജിയറുമാണ്. ഈ വർഷത്തെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പം അറിയാലോ, കോവിഡാണ്, കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ടോപ്പിക്കിനെ വൃത്തിയായിട്ട് കഴിയാൻ സംശയമാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു 2/2 മാട്രിക്സ് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 3/3 കയറും. ബിക്കോസ് എക്സാം അല്ലെങ്കിൽ മാർക്ക് ബേസ്ഡ് എല്ലാ കാര്യങ്ങളും എന്നല്ല എപ്പോഴും നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണതാണല്ലോ. അപ്പോൾ അത് പാലിക്കണ്ടേ. ഇനി കാര്യങ്ങൾ വെക്കാം. ഒരു 2/2 മാട്രിക്സ് നമ്മൾ കുറച്ച് 2/2 ഒരു 5-6 2/2 വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, 3/3 കയറുള്ളൂ. ഓക്കെ അല്ലേ? സോ ഒരു 2/2 മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നുള്ളത് മക്കളെ? ആദ്യത്തെ ഒരു കാര്യം ലോജിക്ക് മനസ്സിലാക്കി. വിത്ത് ലോജിക്ക് ഇതാണ് നമ്മുടെ എ. അങ്ങനെയാണെങ്കിൽ ഇതിനെ 1 - 1 2 3 = 1 0 0 1 ഇൻറ്റു എ എന്ന് എഴുതി കൂടെ. മീൻസ് ദിസ് ഈസ് എ അല്ലേ? അതായത് എ ഈക്വൽ ടു നമുക്കറിയാലോ, എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതി കൂടെ. എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതി കൂടെ. അടിയല്ലേ? അതിന് ഞാൻ ചെയ്തത് എ. ഇതാണ് എ. എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതാണ്. അപ്പോൾ സാർ എന്താ ഇവിടെ എനെ മാറ്റാൻ? എനിക്ക് പെർട്ടിക്കുലർ ഉദ്ദേശം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. അത് എനിക്ക് ഇവിടുത്തെ ഇയാളെ മാറ്റിയിട്ട് ഇയാൾക്ക് പകരം അങ്ങനെ പറയാം, കുറച്ചും മനസ്സിലാവേണ്ടത്. ഇയാൾക്ക് പകരം ഞാൻ എലമെൻ്ററി ഓപ്പറേഷൻ മാറ്റിയിട്ട് ഇയാളെ കൊണ്ട് പകരം ഐ എന്നാക്കും. അവിടെ എൻ എന്തൊക്കെയോ ഓപ്പറേഷൻസ് അങ്ങനെ ചെയ്ത് പോകുന്നിട്ട് ഐ ആക്കും. റെഡി? അപ്പം അവിടെ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിൽ മാറുമ്പം റൈറ്റിലും മാറുമല്ലോ. പക്ഷെ അവിടെ ഇയാൾ എ തന്നെ ഉണ്ടാവും, ഇയാൾ മാറിയിട്ട് പുതിയൊരു മാട്രിക്സ് ആയി ഉണ്ടാവും, ബി ആയിട്ടുണ്ടാവും. റെഡി? ബി ആയിട്ടുണ്ടാവും. ഇയാൾ ഇങ്ങനെ മാറിയിട്ടുണ്ടാവും, ഓപ്പറേഷൻസ് ഇങ്ങനെ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാവും. ഇയാൾ ഐ ആയപ്പോൾ ഇയാൾ പുതിയൊരു മാട്രിക്സ് ഉണ്ടാവും. ഒന്നും കൂടെ ഇവിടെ ഇപ്പോൾ എ, ഇവിടെ ഐ, ഇവിടെ എ. അപ്പോൾ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്നാണ് നമ്മളെ പ്ലാൻ. എന്താ? ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഇതിനെ പിടിച്ചിട്ട് ഐ ആക്കാൻ പോവാണ്. മീൻസ് 1 0 0 1 ആക്കാൻ പോവാണ്. അങ്ങനെ ഇയാൾ മാറുമ്പം ഇവിടെ LHS ചേഞ്ച് ചെയ്ത് അതേ എലമെൻ്ററി ഓപ്പറേഷൻസ് നമ്മൾ RHS ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഇയാളും മാറിയിട്ടുണ്ടാവും. ഇയാൾ മാറിയിട്ട് പുതിയൊരു മാട്രിക്സ് ആയിട്ടുണ്ടാവും. ആ മാട്രിക്സ് ലെറ്റ് ഇറ്റ് ബി ബി ആവട്ടെ. അപ്പം ബി ഇൻറ്റു എ ഈക്വൽ ടു ഐ അല്ലേ? അതായത് ഒരു മാട്രിക്സും അതിൻ്റെ വേറെ ബിയും കൂടെ വേണ്ടി ഐ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇൻവേഴ്സ് ആവണ്ടേടാ. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി അല്ലേ മക്കളെ? എ ഇൻവേഴ്സ് ഇൻറ്റു എ മാത്രമല്ല ഐ കിട്ടുക, അല്ലെങ്കിൽ ഐ തിരിച്ച് എ ഇൻറ്റു എ ഇൻവേഴ്സ് അല്ലേ ഐ കിട്ടുക. എനിവേ ഇതിൻ്റെ ഇൻവേഴ്സ് ആവും ഇവിടെ വരാൻ പോകുന്നത്. ലോജിക്ക് മനസ്സിലായി? ഒന്നും കൂടെ. ഇപ്പോൾ എ ഈക്വൽ ടു ഐ ഇൻറ്റു എന്ന് എഴുതാണ്. അത് മാറ്റി ഇതിനെ പിടിച്ചിട്ട് ഐ എന്നാക്കി കഴിഞ്ഞാൽ, അതിനെന്തൊക്കെയോ ചെയ്തിട്ട് ഐ ആക്കി കഴിഞ്ഞാൽ ഇത് പുതിയൊരു മാട്രിക്സ് ആയിട്ടുണ്ടാവും. ആ മാട്രിക്സ് ഇതിൻ്റെ എന്താവും ഇവിടെ? ഇൻവേഴ്സ് ആവും. ബേസിക്സ് ഒക്കെ കിട്ടിയില്ലേ? ഈ സ്ക്രീൻ നിങ്ങൾ വേണ്ട രീതിയിലൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഞാൻ ഇവിടെ നിന്നാണ് എഴുതാൻ പോകുന്നത്, കാരണം കുറച്ച് സ്റ്റെപ്സ് ചെയ്താണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ സ്ക്രീന് പോസ് ചെയ്തിട്ട് തൊട്ട് മുന്നിൽ സ്ക്രീന് നിങ്ങൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എഴുതും കേട്ടോ. എന്നിട്ട് വേണം തുടങ്ങാൻ. എന്നാൽ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, എനിക്ക് കുറച്ച് സ്പേസ് വേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതും. ഇതാ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ എഴുതാം. 1 - 1 2 3 = 1 0 0 1 ഇൻറ്റു എ. എല്ലാവരും ഓക്കെ അല്ലേ മക്കളെ? ഞാൻ പറഞ്ഞു ഇതിനെ പിടിച്ച് ഐ ആക്കാൻ പോവാണെന്ന് പറഞ്ഞു അല്ലേ? ഐ ആക്കാൻ പറഞ്ഞാൽ 1 0 0 1 അല്ലേ? അതല്ലേ 1 0 0 1 2/2 ആയതുകൊണ്ട് അല്ലേ? അങ്ങനെ ആക്കാൻ പോവാണ്. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പല മെത്തേഡിൽ പോകാം. നിങ്ങളപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ലോജിക്ക് പോകാം, ഒക്കെ പോകാം, എന്ത് വേണമെങ്കിലും പോകാം. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, ഒരു റൂട്ട് ഫോളോ ചെയ്യും. എന്താ അറിയോ, ഞാൻ ഫോളോ ചെയ്യുന്ന റൂട്ട് ഇതാണ്. ആദ്യത്തെ എലമെൻറ്റ് പിടിച്ചിട്ട് ഇതാ ഞാൻ തൽക്കാലം 0 0 0 0 എന്ന് എഴുതണ്ട, സം എക്സ് 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 ഞാൻ ആദ്യം ഇയാളെ പിടിച്ചിട്ട് 1 ആക്കുക ചെയ്യാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ 1 ആണ്. റെഡി? ഞാൻ അതിൻ്റെ റീസൺ പറയാം. ഞാൻ ഇയാളെ പിടിച്ചിട്ട് 1 ആക്കും, പിന്നെ നേരെ താഴെയുള്ള ആൾ എന്താക്കൂടെ 0 ആക്കും, ഇയാളെ പിടിച്ച് 0 ആക്കും. പിന്നെ ഇയാളെ പിടിച്ചിട്ട് 1 ആക്കും, ഇയാളെ പിടിച്ചിട്ട് 1 ആക്കും. പിന്നെ ഇയാളെ പിടിച്ചിട്ട് എന്താക്കും, 0 ആക്കും. എന്തിനാ സാർ ഇങ്ങനെ തന്നെ പോകാൻ കാരണം? മക്കളെ, നിങ്ങളെ അപ്പത്തെ ലോജിക്കുകൾ വർക്ക് ചെയ്യുക എന്നുള്ള എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷേ ബൈ ചാൻസ് എവിടെയും ഫ്ലോപ്പ് ആയാൽ ആ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. റെഡി? അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പോവുക. ചിലപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടാവും, ഞാൻ അപ്പോൾ ബ്രാൻഡായിട്ട് തോന്നിയമാരൊക്കെ ചെയ്യണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പരിപാടി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോടാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ആരോടും പറഞ്ഞില്ല ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അഥവാ നിങ്ങൾ
തെറ്റുകൾ വരാണ്ട് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അടി. ഇനി അടുത്തൊരു കാര്യം കൂടെ, നമ്മളിതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പോകുമ്പം എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് പോയിന്റ് നമ്പർ 2 കേട്ടോ, തലയിലേക്ക് കയറുന്ന അടുത്ത പോയിന്റ്. അത് നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് ഇത് ഇൻവേഴ്സ് കാണാൻ പോകുന്നത്. 6 ടൈപ്സ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ പറയട്ടെ, നിങ്ങൾ റോ വൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് റോ വൈസ് ഫോളോ ചെയ്യണം. കോളം വൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കോളം വൈസ് തുടങ്ങണം. ഒരു കാര്യം കൂടെ പിന്നെയും തലയിലേക്ക് സ്ഥിരമായി തെറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ചിലർ റോ വൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് R1 R2 വെച്ചിട്ടാണ് തുടങ്ങും, എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോളം ചെയ്യാൻ തുടങ്ങും, പിന്നെ റോയിലേക്ക് മാറും. മക്കളെ ഫ്ലോപ്പ് ആവും, പരിപാടി ഫ്ലോപ്പ് ആവും, കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വൺസ് റോ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ത്രൂ ഔട്ട് റോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, വൺസ് കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ത്രൂ ഔട്ട് കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഞാൻ കൂടെ പറയട്ടെ, കാര്യങ്ങൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ്. ഞാൻ റോ വെച്ചിട്ടാണ് പോവുക. റെഡി? 2 പോയിന്റുകൾ. ഞാൻ റോ വെച്ചിട്ടാണ് പോവുക. ഫസ്റ്റത്തെ കാര്യം, ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇതാവും. റെഡി? ഇത് ഞാൻ നിങ്ങളോട് പറയില്ല, ഞാൻ നിങ്ങളെ കൺവേ ചെയ്യാം. ഇനി ഒരു കുട്ടിക്ക് സാർ ഞാൻ കോളം തുടങ്ങിക്കോടാ, ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നീ എന്ത് ചെയ്യണം, ഇത് 0 ആക്കണം, ഇത് റിവേഴ്സ് പാറ്റേൺ പോന്നേക്കണം കേട്ടോ. അതായത് ഇത് 0 ആക്കണം. കോളം വൈസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ മക്കൾ ഇതാണ്. ഇതിനെ 0 ആക്കുക, എന്നിട്ട് ഇതിനെ 1 ആക്കുക, പിന്നെ ഇതിനെ 0 ആക്കുക. അങ്ങനെ പോന്നാൽ മതി. കോളം വൈസ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ആർക്കും താല്പര്യം ഒരു ദിവസം വെറുതെ ഒരു സമയം 1-2 പ്രോബ്ലംസ് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കേണ്ടി. മക്കളെ, ഞാൻ ചെയ്യാത്തതിന് എല്ലാം കൂടെ പിടിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഫസ്റ്റ് കാര്യം, റോല് തുടങ്ങിയ റോല്, ത്രൂ ഔട്ട് റോല്. അടുത്തത് ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ. അപ്പോൾ എൻ്റെ ഇതിൽ നിങ്ങൾ റോ മാത്രമേ കാണുള്ളൂ, റോ വൈസ് എലമെൻ്ററി ഓപ്പറേഷൻസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ കാര്യങ്ങൾ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് റോ വൈസിന് പോയത്. റെഡി? ഇനി നോക്കാം. ഇതിനെ 1 ആക്കുക എന്നല്ലേ ഫസ്റ്റ് അറ്റംപ്റ്റ്? ഓൾറെഡി 1 ആണ്, കുഴപ്പമില്ല. ഇനി ഇതിനെ 0 ആക്കുക എന്നുള്ള അടുത്ത അറ്റംപ്റ്റ്, ഇതിനെ 0 ആക്കുക എന്നുള്ളതാണ് അടുത്ത അറ്റംപ്റ്റ്. മക്കളെ, റോ വൈസ് ഓപ്പറേഷൻസ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം ഈ 2നെ 0 ആക്കണം ഇത് വെച്ചിട്ട് അല്ലേ, കാരണം ഈ റോനെ അല്ല ഈ എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് 2നെ 0 ആക്കാൻ നല്ലത് 2 - 2 എന്നാൽ പോരെ. 2 - 2, അതായത് ഞാൻ എഴുതുമെങ്കിൽ മനസ്സിലാവും. R2 changes to R2 changes to R2 - 2 R1 അല്ലേ. R2 - 2 into R1. അപ്പോൾ 2 - 2 into 1 കിട്ടിയടാ. R2 changes to R2 - 2 R1. റെഡിയാണ്? അത് കുറച്ച് ഓക്കെ റെഡി. അത് അതിൻ്റെ സൈഡിൽ എഴുതിയാൽ വളരെ നല്ലത്. കാരണം ഞാൻ പിന്നെ അവിടെ ആ സ്പേസ് ആണ് തികയോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായാലും അവിടെ സൈഡിൽ കൊടുത്താൽ വളരെ നല്ലത്. അപ്പോൾ അതായത് R2 changes to അല്ലേ, R2 changes to R2 - 2 R1. റെഡിയാൻ മക്കളെ കേട്ടോ. അവിടെ തികയോടാ. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയത് കേട്ടോ, ടോട്ടലി ഒന്ന് മാറ്റിയതേ. ഓക്കെ റെഡി. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. ഇനി നോക്ക്, ക്വസ്റ്റ്യൻ പോയല്ലോ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോട്ട് ചെയ്യാം അല്ലേ. റെഡിയാണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നോക്കട്ടെ. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1. അതായത് 1 - 1 2 3. 1 - 1 2 3. ഓക്കെ അല്ലേ? റെഡി. മക്കൾ നോക്കണേ. എസ് എഴുതാൻ പോകണം. അപ്പോൾ 1 - 1 2 3 ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. കുഴപ്പമില്ലല്ലോ. എ ഈക്വൽ ടു, ഇതിനെ എന്നാണ് വിളിച്ചത്, ഇതാണ് എ തന്നെ കൊടുത്തു. എ ഈക്വൽ ടു ഐ ഇൻറ്റു എ. റെഡി? ഓക്കെ. എസ് പറ, ഇതിന് വേണ്ട. അപ്പോൾ എന്താ മക്കളെ പറ, R2 changes to R2 പറഞ്ഞല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ -2 R1. അപ്പോൾ എന്താ, ഫസ്റ്റ് റോ മാറ്റങ്ങളൊന്നുമില്ല, അത് അതേപോലെ എഴുതി. ഫസ്റ്റ് റോ അതേപോലെ എഴുതി. സെക്കൻഡ് റോ മാറണം. എങ്ങനെയാണ്? R2 - 2 R1. അപ്പോൾ എന്താ, 2 - 2 into 1. 2 - 2 into 1. അപ്പോൾ 2 - 2 ആൻസർ 0. 2 - 2. അടുത്ത പറ 3 - പറഞ്ഞു 3 - 2 into -1. 2 into -1. അപ്പോൾ 3 - 2 into -1. -2 -+ 2. അപ്പോൾ എന്താവും? 5 ആവും. സോ ഇത് 5. റെഡി? ഓക്കെ ആണ്, ക്ലിയർ ആണേ. അപ്പുറത്ത് അതേപോലെ 1 0 മാറ്റങ്ങളൊന്നുമില്ല. ഇതിനെ മാറ്റാൻ പോവുക. എങ്ങനെയാണ് പറഞ്ഞത്? R2 - 2 R1. അപ്പോൾ ഇങ്ങനെ 0 അല്ലേ, R2ലൂടെ 0 കറക്റ്റ് നോക്കണേടാ മക്കളെ. 0 - അല്ലേ, ഇവിടെ അതിന് കറസ്പോണ്ടിങ് എലമെൻ്റ് ഇതാണ്. അപ്പോൾ എന്താ, 0 - എന്താ 2 into 1. 0 - 2 into 1. അപ്പോൾ എന്താ, 0 - 2 -2 അഥവാ -2. ഇനി പറ അടുത്തത്. ഇവിടെ എലമെൻ്റ് അതേപോലെ 1 അല്ലേ, 1 - 2 into ഇവിടുത്തെ ആളാടാ 0 0 ആയി. 1 - 0 മക്കളെ 1 ആയി.
ക്ലിയർ അല്ലേ? സോ ആ ഓപ്പറേഷൻ അവിടെ ഇവിടെ കുറച്ചും കൂടെ അടുപ്പിച്ച് ചെയ്താൽ എല്ലാം കൂടെ ഇതാവരുത്, ഇങ്ങനെ അടുപ്പിച്ച് ചെയ്താൽ. വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേ മക്കൾ കേട്ടോ. R2 - 2R അതാണ് നമ്മൾ ചെയ്ത ഓപ്പറേഷൻ. റെഡി? ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? അപ്പോൾ ഇൻറ്റു എ ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്ത ഓപ്പറേഷൻ എന്താ എന്നുള്ളത് ഇവിടെ തന്നെ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ അവിടെ പോട്ടെ. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ എന്താ? ഞങ്ങളോട് പറഞ്ഞാൽ എന്താ? ഇതിനെ പിടിച്ച് 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിടിച്ചിട്ട് എന്താക്കണം? 1 ആക്കണം അല്ലേ മക്കളെ? 5നെ 1 ആക്കാൻ ഏറ്റവും നല്ല കാര്യം ബൈ 5 ചെയ്താൽ മതി അല്ലേ? അങ്ങനെ തന്നെ ബൈ 5. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 5. അതായത് റോ 2നെ 0/5 ചെയ്താൽ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ബൈ 5 ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ എന്താ? R2 ചേഞ്ചസ് ടു. ഇതും ഒരു എലമെൻ്ററി ഓപ്പറേഷൻ ആണല്ലോ അല്ലേ? 1/5 ഇൻറ്റു R2 അല്ലേ? KR2 KRI എന്ന് പറഞ്ഞ രണ്ടാമത്തെ എലമെൻ്ററി ഓപ്പറേഷൻ ആണല്ലോ ഇത്. 1/5. അപ്പോൾ ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻറ്റു 1/5 ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡിയാണ്? അപ്പോൾ അത് ചെയ്ത് വരുമ്പം എങ്ങനെയാണ് മാറുക? 1 - 1 0 1 എല്ലാവരും ഓക്കെയാണ്. അപ്പുറത്ത് 1 0 -2 ഉള്ളത് -2/5 ആവും അല്ലേ? 1 ഉള്ളത് എന്താവും? 1/5 ആവും ഇൻറ്റു എ എന്നാവും. ക്ലിയർ? എല്ലാവരും ഓക്കെയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇയാളെ പിടിച്ച് 0 ആക്കാനാണ്. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു മക്കളെ. വളരെ സിമ്പിളായിട്ട് കിട്ടും. അതായത് ഇയാളിപ്പോൾ -1 ആണ്, ഇയാൾ +1 ആണ്. ഇത് വെച്ചിട്ട് ഇയാൾ എങ്ങനെ 0 ആക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്ക്. യെസ്, -1 +1 കൂടെ ആഡ് ചെയ്താൽ മതി. അത് ഓപ്പറേഷൻ എന്താ? R1 ചേഞ്ചസ് ടു കാരണം അത് R1-ലാണുള്ളത്, ഫസ്റ്റ് റോയിലാണ്. R1 ചേഞ്ചസ് ടു R1 + R2. R1 ചേഞ്ചസ് ടു R1 + R2. റെഡി? അങ്ങനെയാണെങ്കിൽ R1 ചേഞ്ചസ് ടു R1 + R2. അതായത് 1 ചേഞ്ചസ്. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആൾക്കാരെ എഫക്റ്റ് ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ. കാരണം ഇവിടെ ഞാൻ പറയാം, കാരണം R1 + R2 1 + 0 ഇതെന്ത് തന്നെയാണ്? 1 തന്നെ. ആ മാറുന്നില്ല. 1 + 0 1. ഇവിടെ എന്താ വരിക? R1 + R2 വരുമ്പോൾ R1 ആണ് മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ഇതാൽ 1 + 0 1 തന്നെ. -1 + 1 ആൻസർ 0. ഇവിടെ 0 ഇവിടെ 1. ക്ലിയർ അല്ലേ? റെഡിയാണ്? ഓക്കെയാണ്. ഇനി ഇവിടെ നോക്കണേ. 1 + -2/5 1 + -2/5 അഥവാ 1 - 2/5. 1 - 2/5 എന്നാണ് അങ്ങനെ ക്രോസ് ചെയ്തടാ. 5 - 2 മക്കൾ എന്താ? 3/5 അല്ലേ? 3/5. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 0 + 1/5 ആൻസർ എന്താടാ? 1/5 -2/5 1/5 ഇൻറ്റു എ. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? റെഡിയാണല്ലോ? കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെയാണ്? പ്രശ്നങ്ങളൊന്നുമില്ല, സോൾവ് ചെയ്തിട്ടുണ്ട്. റെഡി? ഇനി മക്കളെ ഇനി എന്താ? നമ്പേഴ്സൊന്നും മാറിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റെഡി? സോ ഇനി നോക്കിക്കോ. ഇവിടെ എന്താ? ഐ കിട്ടിയത്. ഇവിടെ എ ആണ്. അപ്പോൾ ഇവിടെ എന്താവണം? എ ഇൻവേഴ്സ് ആവണം അല്ലേ? കാരണം എന്താ? എ ഇൻവേഴ്സ് ഇൻറ്റു എ വന്നാലല്ലേ. അപ്പോൾ എന്താ? എയുടെ ഇൻവേഴ്സ് കിട്ടി യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻസ്. എന്താണ്? 3/5 1/5 -2/5 1/5. റെഡി? സോ യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തോടാ? എയുടെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാണ് മക്കളെ ഇൻവേഴ്സ് വരുന്നത്. ഞാൻ ഒറ്റ കാര്യങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കുറച്ചേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. സ്റ്റെപ്സുകൾ ഉത്തരം കൺഫേം ചെയ്യാനുള്ള ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. 2/2 ആണെങ്കിൽ മാത്രമാണ് 2/2 ആണെങ്കിൽ മാത്രമാണ് ആൻസർ കൺഫേം ചെയ്യാനുള്ള സ്റ്റെപ്പാണെന്ന് പറഞ്ഞിരുന്നത്. അതിപ്പോൾ തന്നെ ഒന്ന് സൈഡിലൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. എങ്ങനെ ആൻസർ കൺഫേം ആവുന്നത്? ഒരു 2/2 ആണെങ്കിൽ മാത്രം എന്തുകൊണ്ട് അതങ്ങനെ വന്നു എന്നുള്ളതിനൊക്കെ ഉത്തരങ്ങൾ ഡിറ്റർമിൻ എന്ന് വളരെ ഈസി ആയിട്ട് പഠിക്കും. റെഡി? അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം 2/2 ആണെങ്കിൽ ആദ്യത്തെ കാര്യം ഡിറ്റർമിനൻ്റ് വാല്യൂ കാണണേ. എപ്പോഴും ആദ്യം ചെയ്യേണ്ട ഡിറ്റർമിനൻ്റ് കണ്ടേക്കണം. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. അതിലേക്ക് നമ്മൾ വരും. എന്തായാലും ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടേ പറഞ്ഞേ. ഇത് ഇപ്പോൾ മാട്രിക്സ് ആണ്. ഡിറ്റർമിനൻ്റ് ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ആണെന്നല്ലേ, ഇവിടെ ഇങ്ങനെ കിട്ടണം എന്നൊക്കെ ഉണ്ടേ. അപ്പോൾ എന്തായാലും ഡിറ്റർമിനൻ്റ് വാല്യൂ കാണും. 3 -2 അപ്പോൾ 3 + 2 എന്താ? 5 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതോടാണ് ഇതിന് എന്ത് എക്സിസ്റ്റ് ചെയ്ത്? ഇൻവേഴ്സ് എക്സിസ്റ്റ്. അതിന് ഇതിൻ്റെ ഡിറ്റർമിൻ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായി. അതാണ് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ അവിടെ പറയാൻ പറ്റുമെങ്കിൽ സംശയമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഞാൻ സ്കിപ്പ് ചെയ്തോ അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഡിറ്റർമിൻ വാല്യൂ 0 ആണോ അല്ലേ നോക്കണം. 0 ആണെങ്കിൽ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമുണ്ടോ? മണ്ടത്തരം ചെയ്യരുതല്ലോ. 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ തന്നെ എഴുതിയേക്കാം ഇൻവേഴ്സ് ഡസൻറ്റ് എക്സിസ്റ്റ് ബിക്കോസ് നോൺ സിംഗുലർ. സിംഗുലർ. നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തിപ്പോകും അല്ലേ? റെഡി ആണല്ലോ? ഇപ്പം നിങ്ങൾ ഡിറ്റർമിൻ ചെക്ക് ചെയ്യുമ്പോൾ മക്കളെ എന്താടാ? 3 - -2 അല്ലേ? 3 - -2 അല്ലേ? 3 + 2 ആൻസർ 5 അല്ലേ? അങ്ങനെ തന്നെ അല്ലേ?
ഇതേ ഇൻറ്റു ഇത് ഇതേ ഇൻറ്റു ഇത് അപ്പോൾ ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത് കണ്ടിട്ട് മൈനസ് ഇതേ ഇൻറ്റു ഇത് അപ്പോൾ 3 മൈനസ് -2 ആൻസർ എന്ന് കിട്ടും പ്ലസ് അപ്പോൾ ഡിറ്റർമിനൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞങ്ങളോട് പറഞ്ഞത് ഈ കിട്ടിയ ഉത്തരം ശരിയാണെന്ന് എങ്ങനെ 2/2 കേസിൽ മാത്രം എങ്ങനെ ചെക്ക് ചെയ്യുക? 2/2 കിട്ടിയ നേരിട്ട് ഇൻവേഴ്സ് ചെയ്തുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം മക്കളെ. എന്താ അറിയോ, ഡയഗണൽ എലമെൻറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഡയഗണൽ എലമെൻറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഓഫ് ഡയഗണൽ ഇതാണല്ലോ മെയിൻ ഡയഗണൽ അല്ലേ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് ഓഫ് ഡയഗണൽ എന്ന് പറയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ് ഡയഗണലിൻ്റെ ചിഹ്നം മാറ്റുക. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. അപ്പോൾ ഇത് പ്ലസ് ആക്കുക, ഇത് മൈനസ് ആക്കുക. ഇനി ഡിറ്റർമിനൻ്റ് എത്ര കിട്ടിയത്? 5. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. റെഡി? 3/5 ഈക്വൽ ടു 3/5 1/5 -1/5 -2/5 നമുക്ക് 3/5 1/5 -2/5 1/5 കിട്ടിയില്ലടാ പരിപാടി. ഒന്നും കൂടെ ഡിറ്റർമിനൻ്റ് ഇൻവേഴ്സ് ഒറ്റടി കാണാനുള്ള 2/2 മാത്രം വർക്കാവുന്ന തിയറിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് കാണണം, ഇത് എപ്പോഴും കാണണം, ഇത് ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കാണണം. ആദ്യം ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ടാവും. റെഡി? എന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇൻവേഴ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, ഡിറ്റർമിനൻ്റ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ചെയ്യേണ്ടത് മെയിൻ ഡയഗണലിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഓഫ് ഡയഗണലിന് ചിഹ്നം മാറ്റുക. മൈനസ് ആണെങ്കിൽ പ്ലസ്, പ്ലസ് ആണെങ്കിൽ മൈനസ്. പിന്നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ത്രൂ ഔട്ട് ഡിറ്റർമിനൻ്റ് ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബൈ 5 റെഡിയായി? ഓക്കെ. നമ്മൾ ഈ മെത്തേഡിൽ എപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെക്ക് ചെയ്യും ഈ ഉത്തരം ശരിയാണെന്ന്. അത് നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇപ്പോൾ നമ്മൾ എന്താ കണ്ടത്? എലമെൻ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇൻവേഴ്സ് കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? പ്രോപ്പറായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഈ സീരീസിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. റെഡിയല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2 അതിലെ തന്നെ 3.4 എ എന്ന് പേര് കൊടുത്തിട്ടില്ല, ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. 2 1 1 1 റെഡി? 2 1 1 റെഡിയാണ്? 2 1 1 റെഡി? യെസ് മക്കളെ. അപ്പോൾ 2 1 1 1 ഞാൻ നിങ്ങളോട് പറഞ്ഞ മെത്തേഡ് ആദ്യം ഇത് എഴുതുക അല്ലേ. 2 1 അന്ന് എഴുതിയേക്കാം. അങ്ങോട്ട് മാറ്റുക. 2 1 1 1 2 1 1 1 ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. കുഴപ്പമൊന്നുമില്ലല്ലോ? എവിടെയാണ്? എല്ലാവരും ഓക്കെയാണ്. യെസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിനെ പിടിച്ച് 1 ആക്കുക അല്ലേ? അതല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് നിറയുന്ന മക്കളെ ബൈ 2 ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ആദ്യം വന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കുറച്ച് നമ്മൾ ലോജിക്ക് യൂസ് ചെയ്യുക. അവിടെ വളരെ ഒരു താഴെ 1 ഇല്ലടാ, ആ 1 പിടിച്ച് മുകളിൽ കിട്ടാലോ, അതല്ല ഏറ്റവും നല്ലത്. അങ്ങനെ ബൈ 2 ചെയ്താൽ ഈ ഫ്രാക്ഷൻ സോൾവ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനം. സോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്താലോ. അത് നിങ്ങൾക്ക് അപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ തോന്നും ഇതിങ്ങനെ ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകണം, എന്താ R1നെയും R2നെയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകണം. R1ഉം R2ഉം കൂടെ ഇൻ്റർചേഞ്ച് പറ. അപ്പോൾ എന്താ 1 1 2 1 അപ്പുറത്ത് 0 1 1 0 ഇൻറ്റു എ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ? കുഴപ്പമൊന്നുമില്ല മക്കളെ? ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഇതല്ല 180. ഇനി എങ്ങനെ ഇതിനെ 0 ആക്കാം? അടുത്തതില്ലേ ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് 0 ആക്കാന്നല്ലേ അല്ലേ? പറ, ഇതിനെങ്ങനെ 0 ആക്കാം? 2 - 2 ചെയ്താലല്ലേ? യെസ്, നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ. എന്താ R2 ചേഞ്ചസ് ടു R2 - 2 R1 എന്നാലല്ലേടാ 2 - 2 × 1 ചെയ്താലല്ലേ ഇത് 0 ആയി കിട്ടുക? യെസ്, റെഡിയാണേ. അപ്പോൾ കാര്യങ്ങളിലേക്ക് വാ. എങ്ങനെയൊക്കെ വരാൻ പോകുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ മക്കളെ ഏതാ 1. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് റോയിൽ മാറ്റങ്ങളൊന്നുമില്ല. 1 1. സെക്കൻഡ് റോ മാറണം. R2 - 2 മാറണം. അപ്പോൾ എന്താ 2 - 2 × 1 ദാറ്റ് ഈസ് 2 - 2 0. അടുത്ത 1 മൈനസ് അല്ലേ 1 - 2 × 1 അല്ലേ 1 - 2 × 1 ദാറ്റ് ഈസ് -1 അല്ലേ 1 - 2 -1. അപ്പുറത്ത് ഫസ്റ്റ് റോയിലെ മാറ്റങ്ങളൊന്നുമില്ല. ഇത് മാറണം. എങ്ങനെയാണ് 1 മൈനസ് അല്ലേ 1 - 2 × 0 1 - 0 1. ഇത് പറഞ്ഞടാ 0 മൈനസ് അല്ലേ 0 - 2 × 1 0 - 2 × 1 ദാറ്റ് ഈസ് -2 ഇൻറ്റു എ. റെഡിയല്ലേ? കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആയണേ? അടുത്ത ഞാൻ പറഞ്ഞ മക്കളെ ഇതിനെ പിടിച്ചിട്ട് 1 ആക്കാനായിരുന്നു പറഞ്ഞത് അല്ലേ. അതായത് -1 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു -1 ചെയ്താൽ പോരെ. അപ്പോൾ എന്താ R2 ചേഞ്ചസ് ടു -R2 അല്ലേ. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. R2 ചേഞ്ചസ് ടു -1 × R2 -R2. അപ്പോൾ എന്താ വരിക? പറഞ്ഞോളേ 1
1 മാറ്റങ്ങളൊന്നുമില്ല. ഇത് 0 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 0 തന്നെ. -1 ഇൻറ്റു 1 എന്തായി 1 ആയി. ഇവിടെ ആണെങ്കിലോ 0 1 -1 +2 ശരിയല്ലേ. +1 -1 ആയി, -2 ഉള്ളത് +2 റെഡിയാണ്. അതും കിട്ടി. ഇനി ഞങ്ങളോട് പറഞ്ഞത് ഇതിനെ പിടിച്ച് 0 ആക്കാനാണ്. അപ്പോൾ ഇതിനെ പിടിച്ച് 0 ആക്കാൻ എന്താ മക്കൾ ഏറ്റവും നല്ല കാര്യം പറഞ്ഞോടാ, R1 ചേഞ്ചസ് ടു അല്ലേ. R1 ചേഞ്ചസ് ടു എസ് പറഞ്ഞു, R1 - R2. അത് ചില മക്കൾ ചോദിക്കണം R2 - R1 ചെയ്താൽ പോരെ സാർ, അങ്ങനെ സംശയം ചിലർക്ക് ഉണ്ടാവും. ഇതൊക്കെ മക്കളെ ആണല്ലേ സംശയം ഉണ്ടാവില്ല. പക്ഷേ പ്രശ്നം എന്താ പറയുക, R2 - R1 ചെയ്താൽ ഇവിടെ 1 - 1 0 കിട്ടും. പക്ഷേ ഇവിടെ 0 - 1 ഇത് എന്തായി പോകാം, -1 ആയി പോകും. അങ്ങനെ കുറേ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും ഞാൻ ഫോളോ ചെയ്യുന്നതിന് പാത്ത് ഉണ്ട് എന്നുള്ളത്. അതിപ്പോൾ തൽക്കാലം ഒന്ന് നോക്കില്ലേ. കാരണം എന്താ R2 - R1 ചെയ്തിട്ട് കാര്യമില്ല, പകരം ഇങ്ങനെ ചെയ്താൽ 1 - 0 വരുമ്പോഴും ഇത് 1 ആയിട്ട് നിന്നോളും. എന്നാൽ 1 - 1 എന്നാണ് ഇത് എന്തായിക്കോളും 0 ആയിക്കോളും. യെസ്. അപ്പോൾ എന്താ R1 ചേഞ്ചസ് ടു R1 - R2. അപ്പോൾ എന്താ ഉണ്ടാവുക പറഞ്ഞോടി, 1 - 0 1 1 - 1 0. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല, സെക്കൻഡ് റോ മാറില്ല. ഇതെന്താ 0 - -1 0 + 1 1 അല്ലേ. 0 - -1 0 + 1 -2 മക്കളെ -1. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതന്നെ ഇൻറ്റു ഇവിടെ എ നമ്മൾ വിട്ടുക്കണം കേട്ടോ. ഞാൻ രസകരക്കാരാണ്. എ R2 അതെന്ന് പറഞ്ഞാൽ R1 അല്ല, R1 ചേഞ്ചസ് ടു ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇൻവേഴ്സ് അല്ലേ, കാരണം ഇത് I ആയി കഴിഞ്ഞാൽ ഇതല്ലേ മക്കളെ എയുടെ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് അവിടെ സ്പേസ് ഇല്ലാണ്ടോ നിങ്ങൾ താഴെ തന്നെ എഴുതിയേക്കണ്ട. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 - 1 -1 2 റെഡി. അപ്പോൾ ഇതാണ് ആൻസർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും അത് സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. എപ്പോഴും നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ മക്കളെ ഇൻവേഴ്സ് ഉണ്ടോ. യെസ് 2 - 1 ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഡിറ്റർമിൻ വാല്യൂ എന്ത് തന്നെയാണ് 1 തന്നെയാണ് അല്ലേ. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിറ്റർമിൻ വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തത്. നിങ്ങൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ചെക്ക് ചെയ്യണേ. ഞാൻ എപ്പോഴും മറന്നു പോകേണ്ടത്, ഞാൻ മറന്നു പോകണമാണ്. നിങ്ങൾ ചെക്ക് തന്നെ ചെയ്തിട്ട് തുടങ്ങാൻ പാടുള്ളൂ. സോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ ഒറ്റയ്ക്ക് ഇൻവേഴ്സ് കാണുന്ന പരിപാടിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്തു, ഇവരെ ചിഹ്നം മാറ്റുക. അപ്പോൾ 1 ഇവിടെ, യെസ് 1 ഇവിടെ, 2 ഇവിടെ, 2 ഇവിടെ. രണ്ട് ചിഹ്നം മാറ്റി 2 പ്ലസ് ഉള്ള 2 മൈനസ് ആയി. പിന്നെ ഇവിടുത്തെ ഡിറ്റർമിൻ വാല്യൂ 1 ആയതുകൊണ്ടാണ് മാറ്റങ്ങളൊന്നും ഇല്ലാത്തത്. ബൈ വൺ ചെയ്താൽ അത് അതേപോലെ തന്നെ അല്ല ഉണ്ടാവുക. കിട്ടിയോടാ, റെഡിയാണല്ലോ മക്കളെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് 3 തൊട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ട്രൈ ഒന്നും നിർബന്ധമില്ല, കുറച്ച് അധികം ഞാൻ അവിടെ ചെയ്യും, കാരണം കുറച്ച് അറിയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ നോട്ട്സൊക്കെ വളരെ വൃത്തിയായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക്സ് തരാം. റെഡി? ഓക്കെ ആണല്ലോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.